ഫ്രണ്ട്സ്, മിനി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളരിക്ക വെച്ചൊരു പുളിശ്ശേരി. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ഇത് വെച്ചൊരു പുളിശ്ശേരി ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ വെള്ളരിക്ക എല്ലാം കഴുകി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണ് മഞ്ഞൾ പൊടി, ഒരു 4 പച്ചമുളക് അറ്റം കീറിയത്, ഒരു 5 ചുവന്ന ഉള്ളി അരിഞ്ഞത്, അതിട്ട് കുറച്ച് ഉപ്പ്, ഇതും കൂടെ ഇട്ട് നമുക്ക് വേവിച്ചെടുത്ത് വരാം. അപ്പം നമ്മുടെ വെള്ളരിക്ക എവിടം വരെ ആയി നോക്കാം. വെള്ളരിക്കയൊക്കെ നല്ല വെന്തിട്ടുണ്ട്, നല്ല കളറൊക്കെ ഉണ്ട്. ഇനി നമ്മളെ തേങ്ങയും ജീരകവും കൂടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയ ജീരകം ഇതും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിങ്ങനെയാണ് കേട്ടോ പുളിശ്ശേരി വെക്കുന്നത്. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങളിങ്ങനെയല്ല വെക്കുന്നെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇത് ചട്ടി തീയ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും കടുകൊക്കെ പൊട്ടി കടുകും ഉലുവയൊക്കെ പൊടിയുന്നുണ്ട്. കൂടെ നമുക്ക് കുറച്ച് ചുവന്ന ഉള്ളിയും, ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, കുറച്ച് കരിവേപ്പില, ഇതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ ഈ തൈരാണ് എടുത്തേക്കുന്നത്, നല്ല കട്ടയാണ്. ഇതിന് നമുക്കൊന്ന് ഉടച്ച് എടുത്ത് വരണം. നല്ല പൊരിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 2-3 മുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇതിവിടെ ഇരിക്കട്ടെ. ഇതിൻ്റെ ഓഫാക്കിയിട്ട് ഇത് നല്ല റെഡി ആയിട്ടുണ്ട്. തേങ്ങയൊക്കെ തിളച്ച് ഇതിലേക്ക് നമ്മൾ അടിച്ചു കൊണ്ടുവന്ന തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഒഴിച്ചിട്ട് തിളപ്പിക്കണ്ട, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. ചെറിയൊരു ചൂട് വന്നാൽ മതി. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് ചൂട് ഇതിലകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് വറുത്തത്, ഉള്ളിയും മുളകും എല്ലാം കൂടെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം തരണേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.